നീറ്റ് കൗൺസിലിംഗ് നടപടികളിലേക്ക് കടന്ന കേന്ദ്ര സർക്കാർ സീറ്റുകളുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക പോർട്ടലിൽ രേഖപ്പെടുത്താൻ രാജ്യത്തെ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം നീറ്റ് ക്രമക്കേട് സംബന്ധിച്ച ഹർജിയിൽ നാളെ സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. 20 മുമ്പ് സീറ്റുകൾ സംബന്ധിച്ച പൂർണ്ണ വിവരം നൽകാനാണ് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളോട് കൗൺസിലിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. വിശദ വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്തണം. മുമ്പ് നിശ്ചയിച്ച തീയതികളിൽ തന്നെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികളുമായി നീങ്ങാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതേസമയം പുനഃപരീക്ഷ വേണമെന്നാവശ്യപ്പെട്ടും പരീക്ഷ റദ്ദാക്കരുതെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ നാളെ സുപ്രീം കോടതിയിൽ വിശദമായ വാദം നടക്കും. നീറ്റ് പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്നും പട്നയിലും ഗോദ്രയിലും നടന്ന ഒറ്റപ്പെട്ട ക്രമക്കേടിന്റെ പേരിൽ പഠിച്ചു പരീക്ഷ എഴുതിയ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതണമെന്നുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBIയും കോടതിയിൽ നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ഹർജിക്കാർക്ക് പരിശോധിക്കാനായി ഒരാഴ്ചത്തെ സാവകാശം കോടതി നൽകിയതാണ്. അതേസമയം പ്രവേശന പരീക്ഷകളിലെ മാറ്റങ്ങൾ വിദ്യാർത്ഥികളെ കൃത്യമായി അറിയിക്കണമെന്നും നോർമലൈസേഷനിലൂടെ മാർക്ക് ഏകീകരിക്കരുതെന്നും അടക്കമുള്ള ശുപാർശകൾ പൊതുപരീക്ഷകൾ പരിഷ്കരിക്കാൻ രൂപീകരിച്ച സമിതിക്ക് മുന്നിലെത്തിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. ജനം, ഡൽഹി.